എന്താണ് ബി.ജെ.പിക്കകത്ത് നിലവിൽ സംഭവിക്കുന്നുള്ളത്? പല നേതാക്കൾക്കും കൊറോണ ബാധിക്കുന്നു. ചില ആളുകൾ കൊറോണ ബാധിച്ച് മരിക്കുന്നു. ചില ആളുകൾ കൊറോണ ബാധിച്ചവരുമായിട്ട് സമ്പർക്കം ചെലുത്തിയതിൻ്റെ പേരിൽ നിരീക്ഷണത്തിൽ പോവേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ കഴിഞ്ഞതിന് ശേഷം ഒരു ബി.ജെ.പി നേതാവും സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. ദാ ഇപ്പോൾ ബി.ജെ.പിക്കാർക്കിടയിലെ നേതാക്കന്മാരുടെ നേതാവായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അവസ്ഥയും ഒന്ന് എടുത്തു നോക്കിയാൽ അതുതന്നെയാണ് ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത്. അമിത്ഷാക്ക് ആദ്യം കൊറോണ സ്ഥിരീകരിച്ചു. അതിൻ്റെ പേരിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട്, ആ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയിട്ട് തനിക്ക് കോവിഡ് ഭേദമായി എന്ന് അമിത്ഷാ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു. എന്നാൽ നിലവിലെ അവസ്ഥ മറ്റൊന്നാണ്. അമിത്ഷാക്ക് നല്ല നെഞ്ചുവേദനയുണ്ട് എന്നും ശരീരമാസകലം അമിത്ഷാക്ക് നല്ല വേദനയുണ്ട് എന്നും ശ്വാസം കിട്ടാതെ അമിത്ഷാ കിതക്കുന്നു എന്നും അമിത്ഷാ തന്നെ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വരുന്നു, അതിനുശേഷം ഇതുപോലെയുള്ള രോഗങ്ങളും വരുന്നു. അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അമിത്ഷാ വീർപ്പ് മുട്ടുകയാണ്. കൊറോണ വന്ന സമയത്ത് ആശ്രയിച്ചത് ഒരു സ്വകാര്യ ആശുപത്രിയെയാണ്. അതായത് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നാണ് അമിത്ഷാ പറഞ്ഞത്. എന്നാൽ നിലവിൽ നെഞ്ചുവേദനയും ശരീരമാസകലമുള്ള വേദനയും ഒപ്പം ശ്വാസം കിട്ടാതെയുള്ള കിതപ്പും വരുമ്പോൾ അമിത്ഷാ ആശ്രയിക്കുന്നത് എയിംസിനെയാണ്. അങ്ങനെ എയിംസിനെ അമിത്ഷാ ആശ്രയിക്കുമ്പോൾ ഒരു കാര്യം ബി.ജെ.പി പ്രവർത്തകരും RSSകാരും സംഘപരിവാർ പ്രവർത്തകരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നാൾക്ക് 40 വട്ടം അമിത്ഷായടങ്ങുന്ന ബി.ജെ.പി നേതാക്കൾ പച്ച തെറി വിളിച്ച നെഹ്റുവിൻ്റെ ആശുപത്രിയാണ് എയിംസ് എന്ന കാര്യം ആരും മറന്നു പോകരുത്. അതായത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ തന്നെ ഒന്ന് എയിംസിലേക്ക് മാറ്റൂ എന്ന് പറഞ്ഞ് നിലവിളി ശബ്ദമിട്ട് അമിത്ഷാ പോകുന്നത് നെഹ്റു സംഭാവന നൽകിയ എയിംസിലേക്കാണ് എന്നുള്ള കാര്യം ഓർത്താൽ നല്ലത്. എന്തായാലും നിലവിലെ അവസ്ഥ അതീവ ഭയാനകമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം കൊറോണ വന്ന ഒരു മനുഷ്യന് മറ്റു പല തടസ്സങ്ങളും വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അയാളെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടം തന്നെ എന്ന് വേണം പറയാൻ. എന്തായാലും ആഭ്യന്തരമന്ത്രി നെഞ്ചുവേദനയും മറ്റുള്ള കാരണങ്ങളാൽ എയിംസിലേക്ക് നിലവിൽ പോയിരിക്കുകയാണ്. അവിടെ ചികിത്സയിലുണ്ട് എന്നാണ് ആരോഗ്യ വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.